നമസ്കാരം. അങ്ങനെ സംഭവ ബഹുലമായ എപ്പിസോഡായിരുന്നു ഇന്ന് അല്ലേ. നമ്മുടെ പൂജയുടെ തിരോധാനം, അതുപോലെ തന്നെ സിബിന്റെ പിന്നീട് പോക്കലും തിരിച്ചുവരവും എല്ലാം കൊണ്ടും നോമിനേഷൻ, ഈ പറയുന്ന ഗബ്രിയെ പവർ ടീമിലേക്ക് കയറ്റാനുള്ള നമ്മുടെ ബിഗ് ബോസിന്റെ കുതന്ത്രങ്ങൾ എല്ലാം കൊണ്ടും വളരെ സംഭവ ബഹുലമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അല്ലേ. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ പൂജയുടെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഗബ്രിയുടെ കേസൊക്കെ പറയാം. പൂജയുടെ ഡിസ്ക് പ്രോബ്ലം അതിന്റെ വേദന എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. കാരണം എനിക്കിത് സെയിം പ്രോബ്ലം ഉണ്ട്. നമ്മൾ കൂടുതൽ സമയം കുനിഞ്ഞെന്തെങ്കിലും വെയിറ്റ് എടുക്കുകയോ കൂടുതൽ സമയം ഓടുകയൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നിടത്തുനിന്ന് അനങ്ങാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ സ്റ്റക്കായി നിന്നു പോകും. നമ്മളിങ്ങനെ എണീറ്റ് നിന്ന് സ്റ്റക്കായി ഒരു കാല് പോലും എടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. ഭയങ്കര പെയിനാണ്. ആ പെയിനിന് മാറണമെങ്കിൽ കുറഞ്ഞത് എനിക്കൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ഒരു 10-15 ദിവസമൊക്കെ 10 ദിവസത്തിൽ കൂടുതൽ എടുക്കും നല്ല രീതിയിൽ അത് മാറണമെങ്കിൽ. എന്നുവെച്ചാൽ കംപ്ലീറ്റ് റെസ്റ്റ് ആണ് ഇതിന് വേണ്ടത്. കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താൽ ഇത് മാറത്തുള്ളൂ. ഇവിടെ ഈ ബാക്ക് സൈഡിൽ നീര് വരും, മനസ്സിലായോ? നല്ല നീര് വന്ന് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ആ പൊസിഷനിൽ നിന്ന് ജസ്റ്റ് ഒരു കാലെടുത്ത് മാറ്റി വെക്കാൻ കൂടി, നമ്മൾ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഈ പൊസിഷനിൽ നിന്ന് കാലെടുത്ത് മാറ്റി വെക്കാൻ കൂടി ഭയങ്കര പ്രയാസമായിരിക്കും, ഭയങ്കര വേദനയായിരിക്കും. നമ്മൾ ബെഡിൽ നിന്ന് എണീക്കത്തില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന സമയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വേദന എനിക്ക് കൃത്യമായിട്ട് നമ്മൾ അറിയാതെയൊക്കെ പിന്നെ ഓർമ്മിക്കാതെയൊക്കെ ചിലപ്പോൾ വെയിറ്റ് ഒക്കെ വന്ന് എടുത്തോളും. എനിക്ക് വന്ന് വീണ് പറ്റിയ സംഭവമാണ്. അപ്പം നല്ല കുനിഞ്ഞ് നമ്മൾ നല്ല വെയിറ്റ് എടുക്കുകയാണെങ്കിൽ ടവേനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നൂരാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഡിസ്ക് കംപ്ലൈന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പിന്നെ എന്തായി, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2 ആഴ്ചത്തെ റെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അവരുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ വളരെ സങ്കടം തോന്നി കേട്ടോ, ഇങ്ങനെ കിടന്ന് കരയുന്നതൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത്. എന്തായാലും ഏറ്റവും കുറഞ്ഞൊരു 10 ദിവസം റെസ്റ്റ് എടുക്കാതെ മാറത്തില്ല, അങ്ങനെയാണ്. പക്ഷെ മാറും. ഒരു 10 ദിവസം കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയോടെ നമുക്ക് തിരിച്ചു വരാമെന്നുള്ളത്. വേറെ പണി എന്താ വെയിറ്റ് ഒന്നും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ. അടുത്ത് നമുക്ക് പറയാനുള്ളത് സിബിന്റെ കേസാണ്. സിബിൻ ഇന്ന് രാവിലെ തൊട്ട് അറിയാമല്ലോ, ഈ പറഞ്ഞ ഈ ഗബ്രി എന്ന് പറയുന്ന നമ്മുടെ നിത്യ ഹരിത നായകനെ പവർ ടീമിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ബിഗ് ബോസ് കളിച്ച നാറിയ കളിയുടെ അനന്തരഫലമാണ് ഇപ്പോൾ സിബിൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ സിബിൻ രാവിലെ തൊട്ട് പറഞ്ഞത് എനിക്ക് പേടിയാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ പേടി, ഈ വീട്ടിനെ പേടി, ലിവിംഗ് ഏരിയയെ പേടി, എനിക്ക് ഉറങ്ങാൻ പേടി, ഈ സൗണ്ട് പേടി, അങ്ങനെ പേടി ഒരുപാട് പേടിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ നോമിനേഷനോ ഈ പൂജയ്ക്ക് ഇങ്ങനെ വയ്യായികയായി ഈ പറയുന്ന ഡോക്ടേഴ്സൊക്കെ വരുമ്പോൾ അവരൊക്കെ ഈ ബാക്കിയുള്ളവരൊക്കെ പൂജയെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് ആരുമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ക്യാമറയോടുകൂടി അയ്യോ എനിക്ക് വയ്യെന്ന് വളരെ പേടിച്ചുകൊണ്ട് പറയുന്ന സിബിനെയാണ്. എനിക്ക് പണ്ടൊരു ഡ്രാമ ഉണ്ടായിരുന്നു, ആ ഡ്രാമയിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു എന്നൊരു ഭയം എനിക്കുണ്ട്, എനിക്കിനി ഏറ്റവും വലുത് എന്റെ മെന്റൽ സ്ട്രെങ്ത് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു കണക്കിന് നമ്മുടെ ബിഗ് ബോസിനിട്ടൊരു പണി കൊടുത്തതുപോലെയൊക്കെ എനിക്ക് തോന്നിയത്. കാരണം അവർ പറഞ്ഞു ഇതിന്റെ ഇടയിലൊക്കെ സംഭവിച്ചൊരു കേസ്, അവനൊരു പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു 3 ദിവസത്തെ. അതവൻ ചെയ്തിട്ടില്ല. അവൻ അപ്പോഴും പറയുന്നുണ്ട് എനിക്ക് അവിടെയുള്ള ആരുമായിട്ട് എന്താണ് അത് ഈ പറയുന്ന ലിവിംഗ് ഏരിയയിൽ വന്ന് അവരുടെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞു ഞാനിവിടെ പോവേണ്ട, ഐ ആം ഡൺ, ഞാൻ ഈ ഒരു ബിഗ് ബോസിന്റെ ഈ ഷോയുടെ പാർട്ടേ അല്ല, നിങ്ങൾ എന്നെ ഒന്നിനും കമ്പൽ ചെയ്യരുത്, ഈവൻ എന്തിനാണ് ആഹാരം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നിനും ഒരു കാര്യത്തിനും എന്നെ കമ്പൽ ചെയ്യരുത്, ഞാൻ പോവുകയാണ്. പിന്നെ എനിക്ക് ആരുടെ ഒരു വിരോധവുമില്ല, ആരുടെ പോലും ഈ പറയുന്ന ജാസ്മിന്റെ അടുത്ത് പോലും എനിക്ക് വിരോധമില്ല, അതൊക്കെ ഗെയിമാണ്. അത് പറഞ്ഞ് കറക്റ്റാണ്. ഇപ്പൊ ജാസ്മിൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ തിരിച്ചും ചെയ്തിട്ടുണ്ട്, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്, ബിഗ് ബോസ് ഈ പറയുന്ന ഒരിക്കലും കാണാത്ത രീതിയിൽ ആ ഒരു എപ്പിസോഡിൽ മൊത്തം ലാലേട്ടനായിക്കട്ടെ മൊത്തം ടാർഗറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവൻ പറഞ്ഞത് ഒന്നിന് മേലെ ഒന്നായിട്ട് ഇങ്ങനെ അടി അടിച്ചുകൊണ്ടിരുന്നു. ആദ്യം ഒരു കേസ് പറയുന്നു, വീണ്ടും രണ്ടാമത്തെ കേസും. അപ്പം ആ ഒരു ശനിയാഴ്ച സാറ്റർഡേ എപ്പിസോഡ് മൊത്തം സിബിനെ ടാർഗറ്റ് ചെയ്തത് കൊണ്ട് മാത്രമായിരുന്നു അവർ കൊണ്ടുപോയത്. മനസ്സിലായില്ലേ, പവർ ടീമിൽ നിന്ന് പുറത്താക്കുന്നു, നേരെ പോയി പവർ ടീമിൽ അവിടെ നിർത്തി പെട്ടിയെടുത്തോണ്ട് പുറത്തിറങ്ങണമെന്ന് പറയുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 4 ഇൻസിഡന്റ് വരെ ഇവൻ അങ്ങനെ പറയുന്നു. അപ്പൊ പുറത്ത് ഭയങ്കര നെഗറ്റീവായി എന്നൊക്കെ സിബിൻ ചിന്തിക്കുന്നു. അപ്പൊ സിബിന്റെ പരാതിയും അല്ലെങ്കിൽ സിബിന്റെ പിന്നെ വിദ്വേഷമൊക്കെ ആരടുത്താണ്, നമ്മുടെ ഈ പറയുന്ന ബിഗ് ബോസിന്റെ അടുത്താണ്. അപ്പം എന്നെ വില കൽപ്പിക്കാത്ത, മനസ്സിലായോ, എന്നെ വില കൽപ്പിക്കാത്തടത്ത് ഞാൻ നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല, എനിക്ക് ഇത് പുറത്തെനിക്കൊരു ജീവിതമുണ്ട് എന്നൊക്കെ രീതിയിൽ ഭയങ്കരമായിട്ട് തളർന്ന് തരിപ്പണമായ സിബിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനിടയ്ക്ക് എന്താണ് നമ്മുടെ പിന്നീട് ഇവിടെ വിളിക്കുന്നു, കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു. അവിടെ വെച്ച് ഈ പറയുന്ന ബിഗ് ബോസ് പറഞ്ഞിട്ടൊന്നും സിബിന് ഒരു തരത്തിലും അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനോ അന്ന് കേൾക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല
എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് പോയാൽ മതി, ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, മതിൽ ചാടിപ്പോവും, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ഇടിച്ച് പൊട്ടിച്ച് പിന്നെ പുറത്ത് ചാടി രക്ഷപ്പെടാം എന്നുള്ള രീതിയൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്ന് പറയുന്നു. അങ്ങനെ 1-2 പ്രാവശ്യം ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. പിന്നെ ബിഗ് ബോസിന് പറയുന്നുണ്ട് അവൻ എന്തായാലും നിങ്ങൾ ആരും ശല്യം ചെയ്യാൻ പോകണ്ട, മൈക്കെടുത്ത് മാറ്റി വയ്ക്കുന്നു, മൈക്കിടാൻ വിസമ്മതിക്കുന്നു, ഇടയ്ക്ക് വെച്ച് നെഞ്ചുവേദന വരുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയും ഡോക്ടറുടെ സഹായം അല്ല ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം ഏർപ്പെടുന്നത്. ആ സൈക്കോളജിസ്റ്റിനെ സമ്മതിക്കണം. സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടതിന് ശേഷം തിരിച്ചു വന്ന ഷിബിൻ വളരെ പൂർവാധികം ശക്തിയോടൊന്നുമല്ല, വന്ന ഒരുവിധം ലെവലായിട്ട് വന്നിട്ട് ഞാനൊന്ന് പിടിച്ചു നോക്കാം, ഒരാഴ്ചയും കൂടി ഞാൻ നോക്കാം, ഒരാഴ്ച കൂടി നമുക്ക് ഫൈറ്റ് ചെയ്യാം, ജനങ്ങൾ പുറത്തു വിടുമ്പോൾ പോകട്ടെ എന്നുള്ള ഒരു കോൺഫിഡൻസ് ആർക്ക് കിട്ടിയിട്ടുണ്ട്, ഷിബിന് കിട്ടിയിട്ടുണ്ട്. ഷിബിൻ വീണ്ടും പഴയ രീതിയിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇതാണ് ഷിബിന്റെ. എന്തായാലും ഷിബിൻ വന്നിട്ടുണ്ട്, പോയിട്ടൊന്നുമില്ല, അവിടെ തന്നെ ഉണ്ട്, വേറെ വിഷയങ്ങളൊന്നും തൽക്കാലമില്ല. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ള പവർ ടീമിലേക്ക് നമ്മുടെ ഗബ്രി ഗാരിനെ കുറിച്ചാണ്. ഗബ്രി ഗാരി നമുക്കറിയാം, നമ്മൾ മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പവർ ടീമിലേക്ക് ഗബ്രിയെ കയറ്റാൻ വേണ്ടി ഏത് നാറിയ കളികളും ആര് കളിക്കും, ഈ പറയുന്ന ബിഗ് ബോസ് കളിക്കുമെന്ന് നമുക്ക് മുമ്പേ അറിയാമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ബിഗ് ബോസ് തന്നെ എന്ത് പറയുന്നു, നിങ്ങൾ പവർ ടീമിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർ എണീറ്റ് നിൽക്കാൻ പറയുന്നു. ഒബ്വിയസ്ലി ആര് എണീക്കും, ഈ പറയുന്ന ഗബ്രി എണീക്കും. ഗബ്രി എണീച്ചതിന് ശേഷം ഗബ്രിക്ക് പറ്റിയ ഒരു ടാസ്ക് കൊടുക്കുന്നു. മറ്റൊന്നുമല്ല, ഒരു വിശാലാക്ഷിയുടെ ഏതോ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. അതിൽ ആനയുണ്ട്, മാങ്ങയുണ്ട്, പൂച്ചയുണ്ട്, പട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആദ്യം ഗബ്രിയെ തന്നെ വിളിച്ചുകൊണ്ട് 3-4 ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതിൽ ഗബ്രിക്ക് ചോദിച്ച ക്വസ്റ്റ്യങ്ങളൊന്നും മറ്റവർക്ക് ചോദിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ ലൈവ് കണ്ടില്ല, ഇപ്പൊ എപ്പിസോഡ് കണ്ടപ്പോൾ ഗബ്രിക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഗബ്രിക്ക് ചോദിച്ച 1-2 ക്വസ്റ്റ്യങ്ങൾ മറ്റവർക്കും ചോദിച്ചു, ചില ക്വസ്റ്റ്യങ്ങൾ ഗബ്രിക്ക് ഈസി ആയിട്ട് ചോദിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ലൈവ് കണ്ടവർ പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഇത് ഞാൻ പറഞ്ഞത് സത്യമാണോ, ഇനി ഗബ്രി പറഞ്ഞ ആൻസറുകളൊക്കെ സത്യമാണോന്ന് എനിക്കറിയത്തില്ല. അതിനി മൊത്തം നോക്കണം. അവന്റെ ആ കഥ കേൾക്കുമ്പോൾ തന്നെ തലയ്ക്ക് ഭ്രാന്താവും. അപ്പോൾ ഈ ഇങ്ങനത്തെ കഥ അറിയാലോ, കുറച്ച് സമയത്തേക്ക് നമ്മുടെ മൈൻഡിൽ നിൽക്കാറുള്ളൂ. അപ്പൊ ഫസ്റ്റ് വിളിക്കുന്നവർക്ക് അഡ്വാൻറ്റേജ് കൂടുതലാണ്. ഇവര് കണക്ക് കൂട്ടി ആണ് എന്ത് ചെയ്തത്, ഷിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കുന്നത്. കാരണം ജസ്റ്റ് ഒരു മിഡിൽ ഫിംഗർ കാണിച്ചു എന്ന് പറഞ്ഞ് ഇത്രയും വലിയൊരു ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഷിബിനെ എന്ത് ചെയ്യണം, ഷിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കണം. ഷിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഗബ്രിനെ അകത്തേറ്റാൻ പറ്റുള്ളൂ. ഗബ്രിയെ അകത്തേറ്റാൽ മാത്രമേ ഗബ്രി എലിമിനേഷനിൽ വരാതിരിക്കുള്ളൂ, നോമിനേഷനിൽ വരാതിരിക്കുള്ളൂ. ഗബ്രി നോമിനേഷനിൽ വരാതിരുന്നാൽ മാത്രമേ ഈ പറയുന്ന കേളികൾ, കാമകേളികൾ, ഈ പറയുന്ന ജാസ്മിനുമായിട്ടുള്ള കേളികൾ നടക്കത്തുള്ളൂ. ആ കേളികൾ നടന്നാൽ മാത്രമേ TRP കൂടത്തുള്ളൂ. അങ്ങനെ മാത്രമേ ഷോയ്ക്ക് വീണ്ടും പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് കളിച്ച നാറിയ കളിയായിരുന്നു ഇത്. പക്ഷെ അവിടെ ഈ പറയുന്ന ഷിബിൻ മാത്രം എന്ത് ചെയ്തു, ഷിബിന്റെ മെന്റൽ സ്ട്രെങ്ത് ടോട്ടലി തകരുകയും ഷിബിൻ ഒരു തിരിച്ചടി കൊടുക്കും പോലെ, ആ ഷിബിന്റെ കാര്യത്തിൽ മാത്രം ഒരു പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് ഷിബിൻ നിന്ന് കിട്ടിയത്. ഷിബിൻ എന്ന് പറയുന്നത് എനിക്കിനി ഷോ വേണ്ട എന്നുള്ള തരത്തിലേക്ക് ഷിബിൻ വരുന്നു. ഇവിടെ ഗബ്രീനെയും ജാസ്മിനെയും ഷിബിനെയും അവർക്ക് വേണം, ഒരുപോലെ വേണം. ഈ 3 പേരും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഒരു ഫൈറ്റ് നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ ജിൻഡോയും ഈ 4 പേരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കത്തുള്ളൂ. അപ്പോൾ ഷിബിനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫൈറ്റ് ചെയ്യാൻ ആളില്ലാത്തത്. അതുകൊണ്ട് തന്നെ അവിടെ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് ഏതെല്ലാം രീതിയിൽ പിന്നീട് ഷിബിന് മെന്റൽ സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റും ആ രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഷിബിൻ പറയുന്നതെല്ലാം കേട്ടിട്ടുണ്ട്. ഷിബിൻ ഇത്രയും എന്താണ് ഒരു ഫ്രീ ആയിട്ട് എവിടെ വേണം നടക്കാൻ, നീ എന്ത് ചെയ്യേണ്ടത്, നീ മയക്ക് ധരിക്കേണ്ട, അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അവസാനം ഷിബിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ നാറിയ കളി കളിച്ച് അങ്ങനെ നമ്മുടെ എന്ത് ചെയ്തിട്ടു, ഗബ്രി പവർ ടീമിലേക്ക് വന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, അടുത്ത ആഴ്ച പവർ ടീം ഇവർ തന്നെയായിരിക്കും, ഒരു മാറ്റം കാണില്ല. ഗബ്രിയുള്ള പവർ ടീമിനെ അവർ പെട്ടെന്ന് പിരിച്ചുവിടത്തില്ല. അവസാനം വരുന്ന ഈ പറയുന്ന ടാസ്കിൽ, അടുത്ത ആഴ്ച വരുന്ന ടാസ്കിൽ ഇപ്പൊ നിലവിലുള്ള പവർ ടീമിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ടാസ്ക്, അല്ലെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ജയിച്ച് കയറാൻ പറ്റുന്ന ടാസ്ക് ഇന്ന് ഗബ്രിക്ക് കൊടുത്ത പോലത്തെ ടാസ്ക് ആയിരിക്കും അവർ കൊടുക്കുന്നത്. നിങ്ങൾ നോക്കിയോ, അടുത്ത ആഴ്ചയും ഇവർ തന്നെയായിരിക്കും പവർ ടീമിലുള്ളത്. അല്ലാതെ പവർ ടീമിൽ നിന്ന് ഇവർ പുറത്തായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഗബ്രി എന്താവണം, ക്യാപ്റ്റൻ ആവണം, അല്ലേ? അപ്പൊ പവർ ടീമിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ എന്താ, ഗബ്രി പുറത്താകും എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇതിനിടയിൽ നമ്മൾ കണ്ടത് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഒരു ചെറിയൊരു കോൺവെർസേഷൻ. ജാസ്മിൻ പറയുന്നത്, എന്നെ നീ ഇപ്പൊ കെട്ടിപ്പിടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പണ്ടത്തെ പോലെ മറ്റേ ടൈറ്റ് ആയിട്ട് പിടിക്കുന്നില്ല, ചെറുതായിട്ട് ഞാൻ പിടിക്കുമ്പോഴും നീ തിരിച്ചിങ്ങോട്ട് അങ്ങനെ ടൈറ്റ് ആയിട്ട് കെട്ടിപ്പിടിക്കില്ല എന്ന് നമ്മുടെ കാമുകിന്റെ പരാതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനോടൊപ്പം നീ എന്നെ കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിക്കുന്നു. കുത്തുവാക്കുകൾ എന്ന് മനസ്സിലായോ, കുളിക്കാൻ പറഞ്ഞതാണ്, എന്നാ പോയി കുളിയണ്ണ എന്ന് പറഞ്ഞതാണ്. ഇവളെ കുത്തുവാക്കുകളായിട്ട് ഇവള് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കുളിക്കുകയും ഈ ലാലേട്ടൻ പറഞ്ഞില്ലേ, കൊച്ചെ നീ വന്ന് പോയി കുളി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ അത് ഈ പറയുന്ന ഗബ്രി പറയുന്ന അവൾക്ക് പിടിക്കുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ ഞാൻ കുളിക്കുകയില്ല, നനയ്ക്കുകയില്ല എന്നുള്ള ഒരു സംഭവത്തിലാണ് ആര് നിൽക്കുന്നത്,
പിന്നീട് ജാസ്മിൻ നിൽക്കുന്നത്. ജാസ്മിൻ പറഞ്ഞു ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇവ എന്നെ കെട്ടിപ്പിടിക്കുന്നില്ല എന്നുള്ള പരാതി, ഞാൻ മടുത്തു തുടങ്ങി എന്നൊക്കെ ജാസ്മിൻ പറയുന്നു. ഇനി അടുത്ത നോമിനേഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന പവർ ടീമിലുള്ള ആരൊക്കെ, ഋഷി, ശരണ്യ, ഗബ്രി, ശ്രീലേഖ ഇവരാണ് പവർ ടീമിലുള്ള. അതുപോലെ തന്നെ ക്യാപ്റ്റനായ ശ്രീതു ഇവർ പോയിട്ട് ബാക്കി എല്ലാവരും ഏതാണ്ട് 12 പേര് നോമിനേറ്റഡ് ആണ്. 12 പേര് നോമിനേഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ഡയറക്റ്റ് നോമിനേഷനിൽ ഈ പവർ ടീം ഡയറക്റ്റ് നോമിനേഷൻ ചെയ്ത് റസ്മിനെയാണ്. റസ്മിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗബ്രി കുറച്ചൊന്ന് ചെറിയൊരു ശ്രമം നടത്തി നോക്കി. പക്ഷെ പവർ ടീം ബാക്കിയുള്ളവർ വിട്ടുകൊടുത്തില്ല. റസ്മിനെ കൊണ്ടുവന്നു. ഗബ്രിക്ക് ആഗ്രഹം ആരെ കൊണ്ടുവരുന്നത്, നമ്മുടെ ജിൻഡയെ കൊണ്ടുവരണം എന്നായിരുന്നു പിന്നീട് ഗബ്രിക്ക് ആഗ്രഹം. പക്ഷെ റസ്മിനെ എന്ത് ചെയ്തു, പിന്നെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ആര് കൊണ്ടുവന്നു, പവർ ടീം കൊണ്ടുവന്നു. അതിനുശേഷം ഈ ഡയറക്റ്റ് നോമിനേഷനുള്ള സിബിൻ, സായി, ജാസ്മിൻ, അഭിഷേക് ശ്രീകുമാർ ഇവരെത്രയും ഡയറക്റ്റ് നോമിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ വന്നത് അൻസിബയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത്. അൻസിബ, ജിൻഡോ, അഭിഷേക്, നോറ, അപ്സര, നന്ദന, അർജുൻ ഇവരെല്ലാവരും എന്ത് ചെയ്തു, പിന്നീട് നോമിനേഷനിൽ വന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് പിന്നീട് അൻസിബയ്ക്കും പിന്നെ അഭിഷേക്ക് 8 വോട്ട്, അൻസിബയ്ക്ക് 10 വോട്ടാണ് അല്ലെ. അപ്പൊ അൻസിബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന പവർ ടീമും ക്യാപ്റ്റനെ ഒഴിച്ചും ബാക്കി എല്ലാ പേരും ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഉള്ളത്. പിന്നെ അതിനുശേഷം നമുക്ക് പറയാനുള്ളത് ഈ പറയുന്ന ഒരു ഡെന്റൽ കെയറുമായി ബന്ധപ്പെട്ട് ആരുടെ ചിരിയാണ് നല്ലത് എന്നുള്ളത്. നമുക്ക് പലവരും പലരുടെ പേരും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് എനിക്ക് അഭിഷേക് ശ്രീകുമാറിനാണ് ഏറ്റവും നല്ല ചിരി എന്നുള്ള വോട്ട് കിട്ടി. അവനൊരു പ്രൈസ് കിട്ടി. ആ പ്രൈസ് കൊണ്ടുപോയപ്പോൾ നമ്മുടെ മുല്ലപ്പൂവിന്റെ മുഖം കണ്ടോ ഇങ്ങനെ അസുഖം, അവന് പ്രൈസ് കിട്ടിയോ അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. ആ പ്രൈസ് അല്ലെങ്കിൽ ആ ട്രോഫി കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജാസ്മിന്റെ മുഖം നിങ്ങൾക്കൊന്ന് കാണേണ്ടതായിരുന്നു. പിന്നെ നമ്മുടെ ഈ കവിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ജാസ്മിന്റെ ചിരിയാണ് ഇഷ്ടം, ജാസ്മിൻ പറഞ്ഞ് എനിക്ക് ഗബ്രിയുടെ ചിരി, അത് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ്. മെയിൻ എപ്പിസോഡ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പ്ലസ് ഞാൻ കണ്ടില്ല. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ജയ്.